തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും 2 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു. തടവ് പുള്ളിയുടെ അടിവസ്ത്രത്തിൽ നിന്നും ശുചിമുറിയിൽ നിന്നുമാണ് മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തത്. 6 മാസത്തിനിടെ 8ാം തവണയാണ് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുന്നത്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്തും ചേരുന്നു. മനീഷ്, ഇതൊരു പുതുവാർത്തയല്ലാതെ മാറുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലടക്കം നിരവധി തവണ ഇത്തരത്തിൽ മൊബൈൽ ഫോണുകൾ പിടിച്ചു. ഒടുക്കം ഇപ്പോൾ പൂജപ്പുരയിലും പിടിക്കുന്നത് മാത്രം. ഇത് ആരെത്തിക്കുന്നു, ആർക്ക് വേണ്ടി എത്തിക്കുന്നു അടക്കമുള്ള കാര്യമായ അന്വേഷണം നടക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. വിവരങ്ങൾ സുഹേൽ, എല്ലാ സംഭവത്തിലും പൂജപ്പുര പോലീസ് തന്നെ അതിൽ കേസ് രജിസ്റ്റർ ചെയ്യാറുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളിലൊക്കെ തന്നെ ചില ആളുകളിൽ നിന്ന് മാത്രം കണ്ടെത്തുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുന്നതല്ലാതെ മറ്റ് സംഭവങ്ങളിൽ എങ്ങനെ ഈ ഫോൺ ഇവിടെ എത്തി, ആര് ഉപയോഗിച്ചു അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തതയില്ലാത്ത പോലീസ് റിപ്പോർട്ടാണ് എപ്പോഴും വരാറുള്ളത്. ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം കഴിഞ്ഞ ദിവസം 2 മൊബൈൽ ഫോണാണ്. ഒന്ന് ഷെഫീഖ് എന്ന് പറയുന്ന ആളുടെ അടിവസ്ത്രത്തിൽ നിന്നും ഒരു ഫോൺ, ആൻഡ്രോയിഡ് ഫോൺ അയാളുടെ അടിവസ്ത്രത്തിൽ നിന്നും കണ്ടെത്തി. മറ്റൊരു ഫോൺ കണ്ടെത്തിയത് ശുചിമുറിയിലെ ഡ്രെയിനേജ് സിസ്റ്റത്തിനകത്ത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത്. അത് സാധാരണ ഫോണായിരുന്നു. അങ്ങനെ ഇത് 8ാം തവണയാണ്, 6 മാസത്തിൻ്റെ 8ാം തവണയാണ് ഫോൺ പിടിച്ചെടുക്കുന്നത്. അങ്ങനെ 8 ഫോണല്ല 12 ഫോണും ഒപ്പം തന്നെ ഫോണിൻ്റെ ഭാഗങ്ങളും, ഈ ഫോണിൻ്റെ പല ഭാഗങ്ങളാക്കി തടവുകാരുടെ കയ്യിൽ സൂക്ഷിച്ച ശേഷം അത് പിന്നീട് ഒന്നിച്ച് ഇവർ വരുന്ന സമയത്താണ് ഈ ഫോണുകൾ അത് ഘടിപ്പിച്ച് ഒന്നാക്കി പിന്നീട് കോൾ ചെയ്യുക. നേരത്തെ ഫോണുകൾ കണ്ടെത്തിയ സംഭവങ്ങളിൽ ഒന്ന് കണ്ടെത്തിയത് ഈ പരിസരത്ത് നിന്നായിരുന്നു. അവിടെ വെളിയിൽ നിന്ന് എറിഞ്ഞു നൽകിയ രീതിയിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ, ഒപ്പം തന്നെ ഈ ശുചിമുറിക്ക് മുകളിലെ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ നിന്നും ഈ രീതിയിൽ ഫോണുകൾ കണ്ടെത്തിയ സംഭവം ഉണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അവിടെയുള്ള സ്റ്റാഫുകൾ പര്യാപ്തമല്ല. ഇതിന് നിരീക്ഷണം ഏർപ്പെടുത്താനോ എന്തെങ്കിലും തരത്തിലുള്ള പരിശോധന നടത്താനോ അവിടെയുള്ള പാറാവുകാരോ പോലീസുകാരോ സ്റ്റാഫുകളോ ഒന്നും പര്യാപ്തമല്ല. അത്രത്തോളം എണ്ണമില്ല. കാരണം 1300ഓളം തടവുകാരാണ് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലുള്ളത്. അവിടുത്തെ മൊത്തത്തിലുള്ള കപ്പാസിറ്റി, പരമാവധി കപ്പാസിറ്റി 700 തടവുകാരെ പാർപ്പിക്കുക എന്നതാണ്. പക്ഷേ 1300ഓളം പേരുണ്ട്. അങ്ങനെ ഒരു വിശദീകരണമാണ് ജയിൽ വകുപ്പ് നൽകുന്നത്. പക്ഷേ ഇത്തരം സംഭവങ്ങളിലൊക്കെ തന്നെ ജയിൽ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ തന്നെ അറിവോട് കൂടിയാണ് ഇത്തരത്തിൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ള വിവരമാണ് പുറത്തു വരുന്നതാണെങ്കിൽ ഇന്നലെ ഉണ്ടായ സംഭവത്തിലും പൂജപ്പുര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുഹൈൽ, ശരി. ഹലോ, ജയിലിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ശങ്കിക്കേണ്ട, ജയിലിൽ നിന്നാകാം. കാരണം ഇത്തരത്തിൽ നിരന്തരമായി ഫോൺ വേട്ട ജയിലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം ജയിലുകളിൽ മൊബൈൽ ഫോൺ വ്യാപകമായി ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ്. മനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.